السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم إن الله لا يرفع الدرجة لعبد الصالح في الجنة فيقول يا ربي أنى لي هذا أي من أين لي هذا فيقول باستغفار والديك لك. റവാഹു ഇബ്നു മാജ വ അഹ്മദു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാം പലർക്കും നൽകിയ ആളുകളാണ്. പക്ഷെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ആർക്കാണ് നൽകിയത്? പലതും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ വെച്ച് ഏറ്റവും നന്നായി നമുക്ക് കിട്ടിയത് എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ഭൂലോകത്ത് അസ്തിത്വം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മാതാപിതാക്കളാണ് ഏറ്റവും നല്ല ആളുകൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് മൻ അഹഖു ബി ഹുസ്നി സ്വഹാബത്തി, കാല് തിരുമ്മി കൊടുക്കാൻ, കണ്ണിലെ പീളയെടുത്തു കൊടുക്കാൻ, ചെവിയിലെ ചെപ്പി നീക്കി കൊടുക്കാൻ, മൂക്കിലെ പൊറ്റൻ മാറ്റി കൊടുക്കാൻ, മുറിവിലെ വ്രണങ്ങൾ നീക്കി കൊടുക്കാൻ, തലമുടി ഇഴകളിൽ കൂടി വിരലോടിക്കാൻ, കിടന്ന കിടപ്പിലെ മലവും മൂത്രവും മാറിക്കൊടുക്കാൻ ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ ഏറ്റവും ആദ്യമായി പരിഗണിക്കേണ്ടത് ആരെയാണ്? ഉമ്മുക്ക്, എൻ്റെ ഉമ്മയാണ്. ആവർത്തിതമായ ചോദ്യങ്ങൾക്കൊക്കെയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടിയാണ്. ആ മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾ, ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു, ഒന്നുകിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേർ തനിച്ചു കിട്ടിയാൽ അവരോട് ഉഫിൻ എന്നുള്ള അനിഷ്ടകരമായ വാക്കുപോലും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നീട്ടിപ്പരത്തി പറയാൻ എമ്പാടും ഉള്ളൊരു വിഷയം എന്നുള്ള നിലക്ക് തന്നെ അവസാനിപ്പിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടി പലതും ചെയ്ത ആൾക്കാരാണ് മക്കൾ എന്നുള്ള നിലക്ക്. ഒരുപക്ഷെ ജോലി പോലും, ഗൾഫിലെ വിദേശത്തെ സമ്പൽ സമൃദ്ധമായ ജോലി പോലും ഉപേക്ഷിച്ചിട്ട് സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാനും പരിചരിക്കാനും വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വന്ന മക്കളെ നമുക്കൊക്കെ അറിയാം. അവരുടെ കാലശേഷത്തോടു കൂടി ഇനി എന്ത് എന്ന് ചോദ്യം ബാക്കിയുണ്ടാവും. ചെയ്യാവുന്നതൊക്കെ ഞാൻ ദുനിയാവിൽ ചെയ്തില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ശേഷവും ഗുണം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു യുഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ ആ വ്യക്തിപരമായി അയാളിൽ നിന്ന് മുറിഞ്ഞു പോയി. വലദുൻ സ്വാലിഹൻ യദ്ഉ ലഹു, അതിലൊന്നാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ആ മക്കളുടെ പ്രാർത്ഥന ആത്മാർത്ഥമാണ് എങ്കിൽ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന മക്കളുണ്ട് എങ്കിൽ ആ മക്കളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി 3660 ഹദീസ് നമ്പറായിട്ടും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി 10610 ഹദീസ് നമ്പറായും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം. ഇന്നല്ലാഹ ല യർഫഉ ദർജതൽ ജന്ന ലിൽ അബ്ദി സ്വാലിഹ്. ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ പദവികൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കത്രേ. അത് നമ്മുടെ വാപ്പയാണോ നമ്മുടെ ഉമ്മയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാരുടെ മനസ്സിലുണ്ടാവും നമ്മുടെ മാതാപിതാക്കളുടെ അറിവില്ലായ്മ കൊണ്ട്, പഠിപ്പില്ലായ്മ കൊണ്ട്, അവരുടെ കഴിവ് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട്, ഒരു പക്ഷേ അവരുടെ അജ്ഞത കൊണ്ടൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ശിക്ഷിക്കുകയോ സാക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമോ എൻ്റെ ദുആ കൊണ്ടൊന്നും ഉമ്മയും ബാപ്പയും സ്വർഗ്ഗത്തിൽ പോകണ്ട. അങ്ങനെ ഒരാളും പ്രാർത്ഥിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാൻ പാടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു മാതാവിന് അല്ലെങ്കിൽ പിതാവിന് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ദറജ ഏറ്റി കൊടുക്കുക. ഫയഖൂലു, ആ ദറജ ഏറ്റി കിട്ടുന്ന മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾ ചോദിക്കുന്നു, യാ റബ്ബി അന്നാ ലി ഹാദാ, എൻ്റെ റബ്ബേ എനിക്ക് എങ്ങനെ ഇത് കരസ്ഥമാക്കാൻ കഴിഞ്ഞു? ഐ മിൻ ഐന ലി ഹാദാ, അല്ലെങ്കിൽ അല്ലാഹു എന്ത് വഴിയാണ് എൻ്റെ അമലുകൾ? നിസ്കാരത്തിൽ കറ്റക്കളത്തിൽ നിന്ന് വന്നപ്പോൾ ഇശാ തെറ്റിപ്പോയിട്ടുണ്ട്, ഉച്ചക്ക് ചോറ് താൻ വേണ്ടി വന്നപ്പോൾ ലൊഹർ പാറിപ്പോയിട്ടുണ്ട്, പണിത്തിരക്ക് കാരണം അസ്ർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മാതാപിതാക്കളുടെ അവസ്ഥ അതായിരുന്നു. അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഇന്ന് ചെയ്യുന്ന ആൾക്കാരെ പോലെ ഹജ്ജോ ഉംറ ചെയ്യാനോ അല്ലെങ്കിൽ പള്ളിയിൽ ഇത്തികാഫിരിക്കാനോ 30 ദിവസം കൃത്യമായിട്ട് നോമ്പ് പിടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അറിവില്ലായ്മ കൊണ്ട്, തൊള്ളയിലെ നാവ് കൊണ്ട് ഈബത്ത് പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ട് മറ്റൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാനെങ്ങനെ ഈ സ്വർഗത്തിലെത്തുന്നു?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ വ്യക്തി അത് ചോദിക്കും, ഫയഖൂലു, അല്ലാഹു അപ്പോൾ മറുപടി പറയുമത്രേ, ബി ഇസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിന്റെ മക്കൾ ഇസ്തിഗ്ഫാർ തേടിയിരുന്നു. പാവമായ എൻ്റെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ പുറത്തു കൊടുക്കണേ എന്ന് മക്കൾ ആവർത്തിച്ച് ദുആ ചെയ്തിരുന്നു. ആ സത്കർമ്മം അല്ലാഹു സ്വീകരിച്ചു, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു, ആ ഉത്തരം അല്ലാഹു കബൂലാക്കി, ആ ദുആ അല്ലാഹു തട്ടിയില്ല. അപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നടത്തുന്ന ദുആയും തട്ടാത്ത ഇജാബത്ത് കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി മനമുരുകി ആത്മാർത്ഥമായി കരളൊരുകി പ്രാർത്ഥിച്ച് അവർക്ക് സ്വർഗത്തിൽ ദറജ ഏറ്റിക്കൊടുക്കുവാൻ ആവശ്യമായ ദുആ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സാധുക്കളും പാവങ്ങളും അറിവില്ലാത്തവരും അമൽ കുറഞ്ഞവരുമായ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ കൊണ്ട് അവർക്ക് ഉന്നതമായ സ്വർഗത്തിലെ ദറജകൾ ഏറ്റിക്കൊടുത്ത് അല്ലാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്ന പാകപ്പിഴവുകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായ എല്ലാവിധ പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്യമുള്ളവരുമായ ആളുകൾ, രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നമ്മുടെ സഹോദരങ്ങളുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.